ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ അടിച്ചിട്ട് കാറിൽ കയറ്റി കുത്തിർന്നെ. അപ്പോൾ എല്ലാവരും അപ്പോൾ ഏടുക്ക് പോകുന്നതെന്ന് അറിയണ്ടേ. ഏടുക്ക് പോകുന്നതായിരുന്നെങ്കിൽ പടന്നൊക്കെ കഞ്ഞി കുടിക്കാൻ പോകാൻ ഇറങ്ങിയതവേ. ഏച്ചങ്ങ് പുറയിൽ കഞ്ഞി വെച്ചിട്ടെന്ന് എല്ലാവരും ചോദിച്ചു. കഞ്ഞി വെച്ചിട്ടൊക്കെ രാവിലെ ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ് അമ്മ. നമ്മൾ എത്തുമ്പോൾ ഉച്ചേന് ഒന്നാമത് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒന്ന് കഞ്ഞി കുടിച്ചറാന്ന് വിചാരിച്ച്. അടുത്ത ഫിഷെല്ലാം പിന്നെ അടിപൊളിയല്ലേ. ഇത് കുറേ ദിവസമായിട്ടായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇടാൻ മറന്നു പോയതാണ്. അങ്ങനെ ഇപ്പം എന്തോ ഫോണിൽ തപ്പി നോക്കുമ്പോൾ ഗാലറിയിൽ കാണുന്ന വീഡിയോ അപ്പം ഒന്ന് ഇടാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കേട്ടോ പോകുന്നുള്ളത്. പെരുന്നാക്കെല്ലാം കുറേ മുന്നേ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണട്ടാ. നല്ല അടിപൊളി വീഡിയോ ആണിത്. അപ്പോൾ ഒരേന്ന് കൗജിയാക്കിയിട്ട് ഇറങ്ങിയതവേ. എത്താനായി എന്നിട്ട് ഞാൻ വീഡിയോ എടുത്താണ്. പക്ഷെ എത്തുന്നില്ല കൈസ്. എന്താക്കുന്നത്, പോയെങ്കും എത്തുന്നില്ല. ലൊക്കേഷൻ ഇട്ടിട്ട് പോയത് കൊണ്ട് എവിടെയെല്ലാം എത്തിയെന്ന് പറയാം. ഈ ഗൂഗിളിൽ നമ്മളെപ്പോൾ ചതിക്കലാണ് കേട്ടോ. കുറേ വഴി തെറ്റിയിട്ട് എങ്ങനെയെല്ലാം പാലെല്ലാം കണ്ടിട്ടാ. സാജി പറഞ്ഞു പാലം കണ്ടിട്ടാകുമ്പോൾ നമുക്ക് എത്താനായി എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിനി. പിന്നെ ഇത് ഈ കാണുന്ന ഈ മണ്ണില്ല, ഇത് കാണുമ്പോൾ നമുക്ക് നമ്മൾ അർജുന ഓർമ്മയായിട്ടാ. അന്ന് മണ്ണിടിഞ്ഞിട്ട് അർജുന് വീണ പോലത്തെ ഒരു സ്ഥലം പോലെയാണ് ഇത് കണ്ടത്. എന്തായാലേ ഒരു റോഡ് പണിയെടുക്കുന്നതായിട്ട് എല്ലായിടത്തും അവസ്ഥ ഇതുപോലെ തന്നെ കേട്ടോ. മണ്ണ് ഒരു സൈഡിൽ നിന്ന് JCB ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്, ഒരു സൈഡ് ഇങ്ങനെ വീഴാൻ നിൽക്കുന്നുണ്ട്. ഇതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ എല്ലായിടത്തും കണ്ടത്. കാണുമ്പോൾ തന്നെ ഒന്ന് പേടിയാണെന്നുണ്ട്. കാണാൻ നല്ല പാങ്ങട്ടെങ്കിലും ഇതുപോലത്തെ സ്ഥലത്തിൽ കൂടിയിട്ട് പോകുമ്പോൾ ഭയങ്കര പേടിയാണവേ. പിന്നെ ഇവള് കുറേ തള്ളി വിട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കുറച്ച് മതിയാക്കിയിട്ട് നിന്നിട്ടാ. ഇവള് പറയുന്ന കേട്ടിട്ട് വീഡിയോ എടുക്കാൻ നിന്നെങ്കിൽ ഇത് എത്തലാന്ന് വിചാരിച്ചു. ഇവൾ എത്താനായി വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പിന്നെ എടുക്കാൻ വിചാരിച്ചതാണ്. അങ്ങനെ കുറേ പോയി കേസ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊന്ന് 3-4 കൊല്ലം മുന്നേ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ചേരുണ്ടാവും അവിടുത്തെ കഞ്ഞിയും ഫിഷെല്ലാം. അങ്ങനെ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വൈബുള്ള കഞ്ഞി കുടിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഇതുപോലത്തെ ഹട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കുമ്പോഴുള്ള ചേല് വേറൊരു സ്ഥലത്തൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും മുമ്പൊരു പ്രാവശ്യം അവിടെ പോയത് കൊണ്ട് നമുക്ക് ആ ഒരു വൈബിൽ തന്നെ കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ സ്ഥലം മുന്നേ കൂടി അറിയാമല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മുന്നേ അതിൻ്റെ തൊട്ടടുത്ത് വേറൊന്നും ഉണ്ടായിട്ട് പ്ലെയിനായിട്ടൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ അടുത്ത് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, കാണുമ്പോൾ എന്ത് രസമല്ലേ ഈ ഹട്ട്. ഇങ്ങനത്തെ ഒരു ഹട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കണമെങ്കിലൊരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അടിപൊളി വൈബ് തന്നെ, ഒന്നും പറയാനില്ല. അങ്ങനെ പാർക്ക് ചെയ്യാനൊന്നും വലിയ സ്ഥലമൊന്നും ഉണ്ടായിട്ടാ, കൂടുതൽ ആളൊന്നും ഉണ്ടായിട്ടാ. എന്നാലും നമുക്ക് തെങ്ങും തേങ്ങയെല്ലാം നോക്കിയിട്ടല്ലേ വെക്കാൻ കഴിയൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു തെങ്ങിന് തലയില്ല കേസ്. അങ്ങനെ ആ തലയില്ലാത്ത തെങ്ങും നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ നടന്നു. പിന്നെ അടത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കേണ്ട തോന്നലൊന്നും ആർക്കും ഉണ്ടായിട്ടോ. അപ്പോൾ പൈച്ചിട്ട് കഴിയുന്നില്ലാരും എല്ലാവരും പുരേന്ന് ഇറങ്ങിയിട്ടും പുഴ കാണുമ്പോൾക്ക് ഈ കായൽ കാണുമ്പോഴേക്കില്ലേ എല്ലാവരും ആടെ തന്നെ സ്റ്റെക്കായിട്ട് നിന്നിട്ടാ. എന്ത് രസമല്ലേ ഇത് കാണാൻ. എന്തോ ഒരു ചേലന്നവ. അതിൻ്റെ അടുത്തല്ലേ നമ്മളെ പുരവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത്രക്കും വൈബുള്ളൊരു സ്ഥലം തന്നെവേ. നമ്മൾ പണ്ടുണ്ടാ പോയ പോലെ തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലേ സ്ഥലം സൂപ്പർ തന്നെവേ. ഇപ്പം ആ ഹട്ട് അടിപൊളിയായിട്ടുണ്ട്. പണ്ട് എങ്ങനെയുള്ളത് അതേപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്ര ആ പഴയതുപോലെ തന്നെ അവർ നിർത്തിക്കണമെങ്കിൽ അത്ര ഒരു ഇത് പുതുമയോടെ സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ അന്ന് കാണുമ്പോൾ ഇങ്ങനെ തന്നെയുള്ളത്, ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ തന്നെയായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് അവർ അതുപോലെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓലയെല്ലാം കെട്ടിയിട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടായിന്. അങ്ങനെ ഇവരൊന്ന് കാണാനായിട്ട് ഞാൻ പോയിട്ട് ഉള്ളിൽ നോക്കുമ്പോൾ അവരൊക്കെ ഫുഡിന് ഓർഡർ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആങ്ങളെല്ലാം ഉണ്ടാവും, ഓനെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതല്ല അതിൻ്റെതായൊരു ഭംഗി. അങ്ങനെ ഷെബി പോയിട്ട് ഫുഡിനെല്ലാം ഓർഡർ ആക്കി കേട്ടോ. ഏത് ഫിഷ് ഓർഡർ ആക്കി വെച്ചെങ്കിൽ ചെമ്പല്ലി, പിന്നെ വേറെ ഏതോ 1-2 മീനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ആക്കി. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ അടുത്ത് ഉണ്ടായിരുന്നത്. പിന്നെ കഞ്ഞി കുടിക്കാൻ പോയിട്ട് പിന്നെ ബിരിയാണി കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ അവിടെ ഉണ്ടായ ഡെസേർട്ട് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഗുലാബ് ജാമുൻ പുഡിങ് ആട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം അങ്ങ് പുറത്ത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസെല്ലാം എടുത്ത് നല്ല അടിപൊളി ഫിഷൊക്കെ ഇതുപോലെ. ഇതെന്തെന്ന് പറഞ്ഞെങ്കിൽ എന്ത് പേരെന്ന് നിങ്ങൾക്ക് അറിയുന്ന ആളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്തെന്ന്. അതൊക്കെ മീനൊക്കെ പെരക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ച് സമയം പുറത്ത് വന്നിന് കേട്ടോ. പുറത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഫുഡിൻ്റെ ടൈം ആകുമ്പോൾ ഉള്ളിലേക്ക് വരാനായിട്ട് നിൽക്കുന്നതാണ്. അടിപൊളി ഫോട്ടോസാണ് കേട്ടോ. അവർ ചുമരിൽ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. അങ്ങനെ അടുത്ത ഫിഷെല്ലാം നോക്കിയിട്ടോ. എല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അവരിങ്ങനെ ഫിഷ് ഫ്രൈ ആക്കി തന്നേന്ന് കേട്ടോ വിചാരിക്കുന്നുണ്ടായത്. അങ്ങനെ എല്ലാം കൂന്തൽ, ചെമ്മീൻ, ഞണ്ട്, പിന്നെന്താ വെച്ചെങ്കിൽ കല്ലുമ്മക്കായ, അങ്ങനെ എല്ലാത്തരം മീനും ആടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തെല്ലാം ഓർഡർ ആക്കി വെച്ചെങ്കിൽ കല്ലുമ്മക്കായും, കൂന്തൽ, ചെമ്മീൻ, പിന്നെ വലിയൊരു മീൻ, ഒരു 2 കിലോനുള്ള മീനാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാനത് തെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ തെയ്ഞ്ഞിട്ടാണ്. നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. നല്ല മസാലയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീനെല്ലാം. നമ്മൾ എത്ര നോക്കിയൊന്നുമില്ല ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടുന്നില്ല കേട്ടോ. ഓർ ചെയ്യുന്ന ആ മസാലയിൽ
പിന്നെ ലഹീന് ഫുള്ള് തള്ളു വിടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഓന് 2-3 പ്രാവശ്യം അവിടെ വന്നുകൊണ്ട് അതിൻ്റെ അഹങ്കാരമെല്ലാം ഓനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസ് വീഡിയോസിലെടുത്ത് ഓരോ വിചാരം ഞങ്ങൾ വേറെ എവിടെയോ വന്നതാണ് കേട്ടോ. ഈ കഞ്ഞി കുടിക്കാൻ വന്നുള്ള ചിന്ത ഓർക്ക് ആർക്കും വന്നിട്ടാ. ലഹീനും നയാസും പിന്നെ വെള്ളം കാണുമ്പോൾ പിന്നെ ഓരോ കളി വേറെ തന്നെ കേട്ടോ. അതിൽ ഇറങ്ങാന്ന് വെച്ചിട്ട് ഓർ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങാനൊന്നും സമ്മതിച്ചിട്ടാ. ഇറങ്ങാനൊന്നും പറ്റുന്നൊരു സ്ഥലമല്ല അത്. പിന്നെ കിട്ടിയ കല്ലും മണ്ണെല്ലാം വാരിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒരു ആശ്വസിച്ചേട്ടാ. നല്ല തെളിഞ്ഞ വെള്ളമാണ്, വേസ്റ്റൊന്നും ഇടാത്ത നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് സ്പോട്ട് വരുന്ന കഴിച്ചെങ്കിൽ കാഞ്ഞങ്ങാട് പടന്നേലുള്ള കഞ്ഞി ഹട്ടവേ. അപ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ ഒരിക്കൽ പോയിട്ട് എന്തായാലും കഴിച്ച് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ ഇതിന് മുമ്പ് കഴിച്ച സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സായത് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം ഉണ്ടിടെ നമുക്ക് പോയിട്ട് നോക്കാം. ഓന് പിന്നെ തള്ളിടുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് നോക്കുമ്പോൾ വെറും വേസ്റ്റ് വെള്ളത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ ഓന് നമ്മൾ കാണിച്ചത്. പിന്നെ ആടുന്ന് കുറച്ച് കല്ലെല്ലാം പറക്കിയിട്ട് അവിടെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ആടുന്ന് വന്നിട്ടാ. യോന് തള്ളു കെട്ടിയിട്ട് പോയതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിട്ട് യോന് സത്യം പറയുന്ന വെച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ യോൻ എവിടെ പോയെങ്കിൽ തള്ളിടാൻ മാത്രമേ ഓനിക്ക് അറിയുന്നു. അങ്ങനെ സെപ്പിക്കുണ്ടാവാൻ ഞങ്ങൾ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിട്ട് പക്ഷെ പോകാൻ പറ്റിയിട്ടാ. ഓനിക്ക് പിന്നെ എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൻ്റെ ടൈം തന്നെ ഓനിക്കേ കഴിഞ്ഞിട്ടാണ് ഓൻ്റെ ടൈം തന്നെ അത്ര കേടി പോകാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ട്. നമ്മൾ വിചാരിച്ച് കുറേ പ്ലാൻ ആക്കിയത് മാത്രം ഇട്ടാ പക്ഷെ ഏടി നടന്നിട്ടാ. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ സാധ്യം ഉണ്ടല്ലേ അങ്ങനെ വെച്ചാൽ എല്ലാവരും ഉണ്ടായ സമയത്ത് തന്നെ പോയതാണ്. പിന്നെ ഉപ്പാവുമാന്നില്ലാതെ കുറേ ദിവസം അങ്ങനെ വെറുതെ പൊരലിരിക്കുമ്പോൾ അതും കൂടി ഒരു ബോറാണ് കേട്ടോ. ആ 1 മാസം കൂടി തേച്ചായിട്ട് അവർ പോയിട്ട് പക്ഷേ നമുക്കൊരു കൊല്ലമായ പോലെ അതിനിട്ട് അവർ പോയത്. എന്തൊരു വ്യൂ അല്ലേ, എന്തോ ഒരു ചേലന്നെ അവിടെ കാണാൻ. അവിടുത്തെ വ്യൂ എല്ലാം എന്ത് പറയുന്നത്, എന്തോ ഒരു ഇതെല്ലാം ഒരു ഒറിജിനൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഗൈസ്. അത്രക്കും ചിലവ്. ഇപ്പം നല്ല പാല് വീഡിയോ എടുത്തെങ്കിൽ അതിനും കാട്ടിയും ചേരണം. ഞാൻ വെറുതെ ഒന്ന് നടന്ന് പോകുമ്പോൾ എടുത്ത വീഡിയോസാണ്. പിന്നെ ഓന് പറഞ്ഞ കല്ലുമ്മക്കായെല്ലാം ഇവർ വീട് തന്നെ എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നതെന്ന് തോന്നുന്നു. അത്രയധികം കല്ലുമ്മക്കായുടെ കാണുന്നു. അങ്ങനെ നേരാന്ന് പറയാൻ വേണ്ടിയാൽ നോക്കിയാൽ കേട്ടോ. പക്ഷേ എനിക്ക് കണ്ടിട്ടാ അവിടെ കല്ലുമ്മക്കായ ഇവന് പറയുന്നത് നേരാന്ന് എനിക്കറിഞ്ഞിട്ടാ. അങ്ങനെ വെള്ളം എന്ത് ക്ലിയർ എന്ന് പറഞ്ഞാൽ ആരും കച്ചറിടാത്ത നല്ലൊരു കായലില്ലേ, കായലെന്നല്ല ഇതിനെ പറയൽ. ഞാനിങ്ങനെ കായലിൽ നിന്ന് കേട്ടോ വിചാരിച്ചത്, കായലിൽ നിന്ന് വിചാരിക്കുന്നത്. പിന്നെ ഓരെന്നെ വീഡിയോ എടുത്തങ്ങ് നേരായാലും അരച്ചിട്ട് കുറച്ച് തന്നെ ഞാൻ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് കുറച്ച് നടന്നു കേസ്. പിന്നെ എന്താക്കുന്നത് എൻ്റെ ആരും വീഡിയോ എടുത്തിരുന്നില്ല. വീഡിയോ എടുത്തിട്ട് കളിക്കുന്നല്ലാണ്ട് എൻ്റെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ നടന്നിട്ടാ. എന്തൊരു കാറ്റ് പറഞ്ഞു, എന്തോ ഒരു മുഞ്ചുള്ള സ്ഥലമാണ്. ഇത്ര നല്ല മുഞ്ചുള്ള സ്ഥലം ഞാനും എവിടെയും കണ്ടിട്ടാവേ. അത്ര ചേലുണ്ടായിന് വരാൻ മനസ്സുണ്ടായിട്ടാ. പിന്നെ ഷെബിക്ക് ഷോപ്പ് തുറക്കുന്നതുകൊണ്ട് ഞാനങ്ങാടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാ. ഫുഡ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊന്നും വന്നിട്ടേട്ടാ. പിന്നെ അത് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുറച്ച് മുകളിലേക്കെല്ലാം കയറിയിട്ടാ. നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടാണ് ഒരിക്കൽ പോയിട്ട് കണ്ടിട്ട് ഒന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം കമൻ്റ് ഇടാൻ ആരും പൈച്ചിട്ട് പോയാൽ ആടത്തിരാകുമ്പോൾ എല്ലാവരും പൈപ്പും പോയിട്ടാ. ഇത്ര നല്ല സ്ഥലം കാണുമ്പോൾ അത്രയും നല്ല സ്ഥലമായിരുന്നു. അത്ര നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് എത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഓറ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താക്കുന്നത് മുകളിൽ കയറിയിട്ട് എടുക്കണം, താഴെ നിന്നിട്ട് എടുക്കണം. ഇതെല്ലാം മെമ്മറീസ് തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ ഫോട്ടോസെല്ലാം എടുത്തിട്ട് എപ്പം കുറിച്ച് നോക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് റെഡി ആയെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. സെയിം കഞ്ഞി ഹട്ടിലേക്ക് തന്നെ അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല സ്ഥലം കാണുമ്പോൾ നമുക്കൊരു ഫോട്ടോസ് വീഡിയോസ് എടുക്കാണ്ട് അങ്ങനെ അവിടെ പെട്ടെന്ന് തിരിച്ച് പോകാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനും സാജിയും മുനാനോടും സൽമാനോടും കുറേ തള്ളിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത കഞ്ഞി നല്ല രസമുണ്ട്, ഫിഷ് നല്ല രസമുണ്ടെന്ന് കുറേ പറഞ്ഞിട്ട് ഓരോ കഴിയുന്നത്രോളം ഓരോട് പറഞ്ഞ് ഇതാക്കിയിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ഓർ പറഞ്ഞാൽ അത്ര വലിയ ചേലൊന്നും ഉണ്ടായിട്ട് അടുത്ത ഫിഷ് എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്ര പറഞ്ഞാലും അടുത്ത ഒരു ഫിഷ് തന്നെയാണ് കേട്ടോ. എനിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ ഫിഷ് കൂട്ടാലും ഇല്ല എന്നെങ്കിലും അടുത്ത മസാല പുരട്ടിയ ഫിഷ് അടിപൊളിയാകുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടാ. പിന്നെ അത് അടുത്ത ഈ കഞ്ഞി കുടുക്കയെല്ലാം കണ്ട ഈ ഗ്ലാസ്സെല്ലാം മണ്ണിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. ഈ ജഗ്ഗൊക്കെ മണ്ണിൻ്റെയാണ്. ഇതിലൊക്കെ കുടിക്കാനുള്ളൊരു വൈബ് വേറെ തന്നെ കേട്ടോ. പിന്നെ ഒരു ഫുഡൊക്കെ റെഡിയായി എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടുവരുമ്പോൾ നമ്മൾ പിന്നെയും വീഡിയോ എടുക്കാൻ നിന്നിട്ടാ. ഇതെല്ലാം മോരാണ് കേട്ടോ. ഈ മണ്ണിൻ്റെ ഗ്ലാസ്സിലൊക്കെ കൊടുക്കുന്നത് മോരാണ്. എനിക്ക് ആ മോരിന് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടാ. ഇതുപോലത്തെ ചെറിയ ചെറിയ ബോളിലാണ് കേട്ടോ അവർ കറിയൊക്കെ സെർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു 5-6 തരം കറിയാണ് കേട്ടോ. കപ്പ, പിന്നെ ഉണക്കമീൻ ചമ്മന്തി, വെള്ളരിക്ക, അച്ചാർ, പിന്നെന്തോ ഒരു മീനിൻ്റെ മുളുവെള്ളം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാട്ടെ ഇവരിങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടിയാട്ടോ അറിയാത്തത്. പിന്നെ കല്ലുമ്മക്കായ, കൂന്തൽ, പിന്നെ ഈ വലിയ ചെമ്പല്ലിയ. ഇതേത് ഫിഷ് എന്ന് അറിയുന്നവളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഫിഷാട്ടെ എങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാനും നല്ല രസമുണ്ടായിരുന്നു, കഴിക്കാൻ അതിനെക്കാട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നതായിട്ട് മുന്നേ ഫിഷിൻ്റെ തിന്നിട്ട് തീർന്നു കേട്ടോ. കഞ്ഞി ശേഷം കടുത്ത പഴങ്കഞ്ഞിയും നോർമൽ കഞ്ഞിയാട്ടോ. ഞാൻ കൂടുതലാളും ഓർഡർ ചെയ്തിട്ടുണ്ടായത് പഴങ്കഞ്ഞി തന്നെയാണ്. പഴങ്കഞ്ഞി തന്നെയാണ് കേട്ടോ അടുത്ത സൂപ്പർ. അങ്ങനെ പഴങ്കഞ്ഞിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, നോർമൽ കഞ്ഞിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴങ്കഞ്ഞി ഇഷ്ടമില്ലാത്ത ആളത് കഴിച്ചോട്ട് എന്ന് വെച്ചിട്ട്. പക്ഷെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് പഴങ്കഞ്ഞി തന്നെയാണ്.
അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു കേട്ടോ. എന്തോ ഒരു ടേസ്റ്റുള്ള ഫുഡ് കേട്ടോ. ഇത്ര നല്ല ഫുഡ് കിട്ടാൻ ഒരു ഭാഗ്യം തന്നെ വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഈ ബിരിയാണി കഴിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഇതുപോലത്തെ ഫുഡ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫിഷ് അടിച്ച് കഴിച്ച് നോക്കിയിട്ടാ. ഓഫ്, ആ ലെമണൊക്കെ പീഞ്ഞ് വെച്ചിട്ടില്ലേ, അത് കഴിക്കാനുള്ളത് ചിക്കനും കാട്ടിയും കട്ടിയാണ് കേട്ടോ ആ ഫിഷ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ ഇവർ ഇത്ര അധികം ഇതിന് നല്ല പാല് ബന്ധ് കിട്ടിയെന്ന്. അത്രക്കധികം ടേസ്റ്റ് ഉണ്ടായിട്ട് ആ മസാലയിൽ പെരക്കിയിട്ട് തിന്നാനുണ്ട് ചേലെന്ന് പറഞ്ഞെങ്കിലേ പറയാൻ കഴിയുന്നില്ല ഗൈസ്. വായിന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം വെള്ളം വരുന്നിട്ടാ. ഒരാഴ്ച കഴിഞ്ഞതെങ്കിലും വായിന്ന് വെള്ളം വരുന്നതിന് ഒരു കുറവില്ല കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഇത് വീഡിയോ എൻ്റെ ഗാലറിയിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ ഒരാളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ് കേട്ടോ. ഈ സമയത്ത് മഴക്കെല്ലാം കഞ്ഞി കുടിക്കാൻ നല്ല ശേലമാണ്. അപ്പോൾ ഫിഷിനായെങ്കിൽ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഈ തുന്നലിൽ ഞങ്ങൾക്ക് എരിവ് പറഞ്ഞിട്ടാ പുളി അറിഞ്ഞിട്ടാ മുളക് അറിഞ്ഞിട്ടാന്നുള്ള പോലത്തെ അവസ്ഥയാണ് കേട്ടോ. മൂക്കിലും വായിലും വെള്ളം വന്നിട്ടാ. കണ്ടില്ലേ കഴിഞ്ഞിട്ടുള്ള അറ്റാക്ക് ഇതാണ് ഗൈസ്. ഒരു മുള്ളു പോലും ബാക്കി വെച്ചിട്ടാ. ഇതെല്ലാം 4 ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നിട്ടാ. അത്ര അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയില്ല, അത്രക്കധികം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫിഷായിരുന്നു, ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ എടുത്ത ഫിഷിൻ്റെ അവസ്ഥ. പിന്നെ മോരൊന്നും എല്ലാവരും കഴിച്ചിട്ടൊന്നും കേട്ടോ. മോര് എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടപ്പെട്ടിട്ടാണ്. ഒരു ചുവന്ന മുളെല്ലാം ഇട്ടിട്ടുണ്ടായ മോരായിരുന്നു. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം കഴിച്ചിട്ട് കഴിയാൻ വേണ്ടിയിട്ട് പോയിട്ടാ. പിന്നെ വെറുക്കിയലത്തെ മസാല എല്ലാം ഫുള്ളായിട്ട് തീർക്കണമെന്ന് വെച്ചിട്ട് എല്ലാവരും ഇതിൻ്റെ മസാലയൊക്കെ കഴിക്കുക. എന്നിട്ട് കഴിയുന്നില്ലാത്തില്ല ഇതിന് നേരത്തെ പോയിട്ട് ഒരു ഗോട്ടി സോഡ എടുത്തിട്ട് വന്ന് ഒരാൾ എടുക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും എടുക്കാൻ അങ്ങനെ എല്ലാവരും പോയിട്ട് ഒരു ഗോട്ടി സോഡ എടുത്തിട്ട് വന്നിട്ടാ. അങ്ങനെ എരിവിന് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഗോട്ടി സോഡ. അങ്ങനെ അവരോട് പറഞ്ഞിട്ട് തന്നെ കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരോട് പറയേണ്ട എടുത്തുന്നില്ല. അവർ കിച്ചണിലേക്ക് ഒന്ന് കയറി നോക്കിയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കിച്ചണും നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് കേട്ടോ കിച്ചൺ അവർ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫിഷൊക്കെ കുറച്ച് മുന്നേ വരികയാണെങ്കിൽ ഞാൻ ഫിഷ് നിങ്ങൾക്ക് ഫ്രൈ ആക്കുന്ന കാണിച്ചിരട്ടിനെന്ന് പറഞ്ഞു. ഇതായിരുന്നു കേട്ടോ അവർ ഫിഷ് ഫ്രൈ ആക്കുന്ന സ്ഥലം. ഗ്യാസിലൊന്നുമല്ല, വിറകുള്ള അടുപ്പിൽ തന്നെയാണ് കേട്ടോ അവർ ഫിഷൊക്കെ ഫ്രൈ ആക്കുന്നുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. അങ്ങനെ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചീൻ്റെ സ്ഥലം അവിടെ തന്നെ പറഞ്ഞിട്ട സ്ഥലം. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഗുലാബ് ജാമും പുഡിയും കൂടി വാങ്ങാനിട്ടോ. കാരണം എരിഞ്ഞിട്ട് കഴിയുന്നുണ്ടായിട്ടാ. പിന്നെ എന്താക്കുന്നത് തിന്നാണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കഴിയില്ലട്ടാ. അങ്ങനെ നമ്മൾ അതും കൂടി തിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇനിയും കൂടെ അവിടെ നിന്നെങ്കിൽ പിന്നെ ശരിയാവില്ലാന്ന് വെച്ച് പിന്നെ ലേറ്റ് ആവേണ്ട വെച്ചാൽ നമുക്ക് 1-1.5 മണിക്കൂറൊക്കെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ നമ്മളിവിടുന്ന് അടുത്തേക്ക്. പിന്നെ കുറേ ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. വരുമ്പോൾ തന്നെ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ലേറ്റായും കഴിയില്ലാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. വണ്ടിയിൽ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ബിരിയാണി വെച്ചിട്ടെങ്കിൽ എല്ലാവർക്കും മസ്തായിട്ടൊരു സൈഡ് വീണിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും ഫിഷ് ആയതുകൊണ്ട് ആർക്കും മസ്തൊന്നും ആയിട്ടാ. നല്ല വൈബ് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഉണ്ടായിട്ട് എല്ലാവർക്കും ഓരോർക്ക് അറിയുന്ന പാട്ട് വെക്കുന്ന വെച്ചിട്ട് എല്ലാവരും ഓരോർക്ക് അറിയുന്ന പാട്ടും വെച്ചിട്ട് എൻജോയ് ആക്കിയിട്ടാണ് ടൈം മടങ്ങിയിട്ടുണ്ടായിട്ട്. പിന്നെ ഇവിടെ നിന്ന് തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ വെച്ചിട്ട് നിൽക്കായിരുന്നുട്ടോ. പിന്നെ ആയിരിക്കും ഫുഡ് കഴിച്ചതിൻ്റെ മസ്ത് തന്നെ തീർന്നിട്ടുണ്ടായിട്ടാ. അത്ര അധികം വേറെ നിറച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ പാലം ആർക്കും അറിയുന്നതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. സാജി പറഞ്ഞത് നളന്ദ റിസോർട്ടിലേക്ക് പോകുന്ന പാലെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് തന്നെയാണെന്ന് കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ ഞങ്ങൾ നല്ല വ്യൂസോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണെങ്കിൽ നല്ലൊരു ആക്സിഡൻറ്റും കൂടി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞങ്ങൾക്ക് സങ്കടമായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് എത്തുന്നാടി കുറച്ച് മുന്നേ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു വണ്ടിയാണ് കേട്ടോ, ട്രക്ക് വണ്ടിയാണ് കേട്ടോ മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ സങ്കടമായിട്ടുണ്ടായിരുന്നു. ഉറങ്ങിപ്പോയതായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ചെമ്മനാടും അതുപോലത്തെ ഒരു വണ്ടി മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ സങ്കടമായിരുന്നു. പാലക്കുന്ന് അങ്ങനെ എവിടെയോ സ്ഥലത്താണ് കേട്ടോ ഇത് മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ മറിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മാങ്ങാട്ടേക്ക് എത്താനായിട്ടാണ്. അങ്ങനെ സൽമാനും മാങ്ങാട്ടേക്ക് ഇറക്കി. അങ്ങനെ നമ്മൾ നേരെ പിന്നെ ടൗണിലേക്ക് പോയിട്ടാണ്. ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന്. സാധനം വാങ്ങിയിട്ട് പിന്നെ പെട്രോൾ അടിക്കാറില്ല. പെട്രോൾ പമ്പിൽ നേരെ കയറിയിട്ടാണ് കേട്ടോ. പെട്രോൾ പമ്പിൽ കയറിട്ടാകുമ്പോൾ അത് പറഞ്ഞ് ഞാൻ പൈസ കൊടുക്കാറ് ഓന് പിടിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഓനിക്ക് ആ പൈസ കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പൈസ പോയില്ലേന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കുമ്പോൾ പൈസ ഗൂഗിൾ പേ ചെയ്താൽ പോരേക്ക് അതിൽ ക്യാഷ് കൊടുക്കുന്നിട്ട് ഓനിങ്ങനെ കുസ്തിയായിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.